സ്വർണ്ണാഭരണ വിപണിയിലെ പുത്തൻ വിപ്ലവമായ 9 കാരറ്റ് ആഭരണങ്ങളുടെ പ്രത്യേക ഔട്ട്ലെറ്റ് ആഭരണപ്രേമികൾക്കായി സമർപ്പിച്ച് തിരൂർ മജസ്റ്റിക് ജ്വല്ലറി. പ്രൗഢമാർന്ന ചടങ്ങിൽ പാണക്കാട് സെയ്ദ് നഹീം അലി ശിഹാബ് തങ്ങൾ ഔട്ട്ലെറ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വൈബ് 9 എന്ന പേരിൽ ഒരുക്കിയിരിക്കുന്ന 9 കാരറ്റ് ആഭരണങ്ങളുടെ ജില്ലയിലെ ആദ്യ ഔട്ട്ലെറ്റിലൂടെ ഫാഷൻ ലോകത്തെ ഏറ്റവും പുതിയ ട്രെൻഡുകൾ മലബാറിലെ ആഭരണപ്രേമികൾക്കായി അവതരിപ്പിച്ചിരിക്കുകയാണ് മജസ്റ്റിക് ജ്വല്ലറി. കുറഞ്ഞ ബജറ്റിൽ കൂടുതൽ ആഭരണങ്ങൾ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് മികച്ച അവസരമാണ് മജസ്റ്റിക്കിൽ ഒരുങ്ങിയിരിക്കുന്നത്. 9 കാരറ്റിലുള്ള നിത്യേന ഉപയോഗിക്കാൻ സാധിക്കുന്ന ലൈറ്റ് വെയ്റ്റ് ഡിസൈനുകൾ, മോഡേൺ പാർട്ടി വെയറുകൾ, പുത്തൻ തലമുറയെ ആകർഷിക്കുന്ന വെസ്റ്റേൺ കളക്ഷനുകൾ എന്നിവ മജസ്റ്റിക്കിലൂടെ സ്വന്തമാക്കാം. ഉയർന്ന കാരറ്റ് ആഭരണങ്ങളെ വെല്ലുന്ന ഫിനിഷിംഗും ആധുനിക ഡിസൈനുകളും കൂടിയാകുന്നതോടെ വൈബ് 9 ഔട്ട്ലെറ്റ് മജസ്റ്റിക്കിന്റെ വ്യാപാര ചരിത്രത്തിലെ മറ്റൊരു നാഴികക്കല്ലായി മാറുന്നു. ആഭരണ വിപണിയിൽ തനതായ മുദ്ര പതിപ്പിച്ച മജസ്റ്റിക് പുതിയ 9 കാരറ്റ് ആഭരണങ്ങളിലും 100% പരിശുദ്ധി ഉറപ്പു നൽകുന്നു. മാറുന്ന കാലത്തിന്റെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് അനുയോജ്യമായ മാറ്റങ്ങളോടെ ഉപഭോക്താക്കൾക്ക് മികച്ചത് മാത്രം സമ്മാനിക്കുന്ന പാരമ്പര്യം കൂടിയാണ് വൈബ് 9 മജസ്റ്റിക് കാത്തുസൂക്ഷിക്കുന്നത്. മജസ്റ്റിക്കിന്റെ ഓൺലൈൻ സ്റ്റോറിന്റെ ഉദ്ഘാടനവും ചടങ്ങിൽ നടന്നു. നഗരസഭാധ്യക്ഷൻ കീഴടത്തിൽ ഇബ്രാഹിം ഹാജി വെബ്സൈറ്റ് ലോഞ്ചിംഗ് നിർവഹിച്ചു. ഇഷ്ടപ്പെട്ട ആഭരണങ്ങൾ ഓൺലൈനായി സ്വന്തമാക്കുന്നതിനുള്ള സൗകര്യമാണ് മജസ്റ്റിക് അവതരിപ്പിച്ചിരിക്കുന്നതെന്ന് MD അഹമ്മദ് പൂവിൽ പറഞ്ഞു. ചടങ്ങിൽ തിരൂർ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ പുതിയ ഭാരവാഹികളെ ആദരിച്ചു. പ്രസിഡന്റ് PA ബാവ, ജനറൽ സെക്രട്ടറി PP അബ്ദുറഹ്മാൻ, ട്രഷറർ മമ്മി ചെറുതോട്ടത്തിൽ, വർക്കിംഗ് പ്രസിഡന്റും മജസ്റ്റിക് MDയുമായ അഹമ്മദ് പൂവിൽ എന്നിവരും മറ്റ് ഭാരവാഹികളും ഉപഹാരങ്ങൾ ഏറ്റുവാങ്ങി. നഗരസഭാ ഉപാധ്യക്ഷ സിന്ധു മംഗലശ്ശേരി, സ്ഥിരം സമിതി അധ്യക്ഷൻ യാസർ പൊട്ടച്ചോല, അനിൽകുമാർ, മജസ്റ്റിക് ജ്വല്ലേഴ്സ് MD അഹമ്മദ് പൂവിൽ, ലത്തീഫ് പൂവിൽ എന്നിവർ സംസാരിച്ചു. നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ വഹീദ ബഷീർ, TE അബൂബക്കർ എന്ന ബാബു, കൗൺസിലർമാരായ സൈഫുന്നീസ, IP സാജിറ, അഷ്റഫ് തറമ്മൽ, സുബൈർ മാസ്റ്റർ, പ്രസന്ന പയ്യാപ്പന്ത തുടങ്ങിയവർ സംബന്ധിച്ചു. എഡിറ്റർ ലൈവ്, തിരൂർ.